കുറഞ്ഞു. പക്ഷേ LDFന്റെ വോട്ടുകൾ കൂടിയില്ല. ചേലക്കരയിലെ വിജയം സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധതയില്ല എന്ന കാര്യം പറയുവാൻ LDFനെ പ്രേരിപ്പിക്കും. അങ്ങനെയേ പറയുകയും ഉള്ളൂ. താങ്കൾ ഈ 3 തെരഞ്ഞെടുപ്പുകളെയും എങ്ങനെ കാണുന്നു, പ്രത്യേകിച്ച് പാലക്കാടും അതുപോലെ ചേലക്കരയും? വയനാട് എനിക്ക് തോന്നുന്നത് റിസൾട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉയർന്ന വിജയം തന്നെയാണ് അവിടെ പ്രതീക്ഷിക്കപ്പെട്ടത്. പോളിംഗ് ശതമാനം അല്പം കുറവാണ് എങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആൾക്കാരെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തുകയും 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ കിട്ടുകയും ചെയ്തു. അതിൽ മറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. 3 ലക്ഷത്തിലൊക്കെ താഴെയായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ മാത്രം അവിടെ മറ്റെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ തീരെ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് അത് തന്നെ ആയിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ചേലക്കരയിലേക്ക് വരുമ്പോൾ ഞാൻ കരുതുന്നത് 3 മുന്നണികളും അതിൽ തൃപ്തരാണ് എന്നാണ്. അതിൽ ജയിച്ച ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള സന്തോഷമുണ്ടാകുമെങ്കിലും 3 മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിൽ തൃപ്തരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് 40,000-നടുത്ത് ഭൂരിപക്ഷം CPM ഉണ്ടായിരുന്നുവെങ്കിലും അത് ഒരുപക്ഷെ ശ്രീ K രാധാകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രം കിട്ടുന്നതായിരിക്കാം. മുൻപ് അത്ര അടുത്ത ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫാക്ടർ അവിടെ നിന്ന് മാറ്റിവെച്ചാൽ പോലും ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിലത്തേക്ക് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള സ്കോപ്പ് ഇല്ലാത്ത രീതിയിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം 10,000-ന് മുകളിൽ എന്തായാലും ഉണ്ടാകും എന്ന രീതിയിലത്തേക്ക് ആത്മവിശ്വാസം സ്ഥാനാർത്ഥി അടക്കം പ്രകടിപ്പിച്ചിരുന്നു. അത് കിട്ടുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തന്നെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 5%-ലധികം വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. തന്നെയുമല്ല 40,000-ഓളം ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരുന്നിടത്ത് നിന്ന് ആ വ്യത്യാസം എന്ന് പറയുന്നത് 12,000-ആയിട്ട് കുറയ്ക്കുകയും 28,000 വോട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുകയും ചെയ്തു എന്ന രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കും. തന്നെയുമല്ല 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സ്ഥലത്ത് കേവലം 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് അവരുടെ ആ ഭൂരിപക്ഷം മൊത്തത്തിൽ താഴുമ്പോൾ അതിലൊരു ഭരണവിരുദ്ധ വികാരം ഇല്ലേ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ച അത് ആരംഭിക്കുന്നതിന് കോൺഗ്രസിന് കഴിയുകയും ചെയ്യും. BJP-യെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അവരും ഏതാണ്ട് 10,000-ൽ പരം വോട്ടുകൾ ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 6% വോട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ BJP-യുടെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയുന്നത് ഈ 3 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ചേലക്കരയിലേതാകും. പരാജയമാണ് എങ്കിൽ പോലും 30,000-ന് മുകളിൽ വോട്ട് അവിടെ പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലോക്കലായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ഇതൊക്കെ തന്നെ BJP-ക്ക് ഒരുപക്ഷെ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഞാൻ കരുതുന്നത് ചേലക്കരയിലെ 3 സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടികളും തൃപ്തരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാടുണ്ടായിരുന്ന സാഹചര്യം എന്താണ് എന്നതിനെപ്പറ്റി ഒരുപക്ഷെ BJP ആണ് മനസ്സിലാക്കാതെ പോയത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം BJP തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും അവർ വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ C കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിരുന്നത് ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്റ്റീജ് പോരാട്ടത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പരാജയത്തിന് കാരണമായതെന്നാണ് ഞാൻ കരുതുന്നത്. ആ 2 കാരണങ്ങളും സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടതാണ്. സന്ദീപ് വാര്യർ ഇഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് BJP അനുഭാവ വോട്ടുകളിൽ പ്രതിഫലിക്കുക, അതോടൊപ്പം തന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോവുകയും പിന്നീട് പാണക്കാട് തങ്ങളെയും ജിഫ്രി തങ്ങളെയും ഒക്കെ തന്നെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വോട്ടർമാരിൽ നൽകുന്ന മതനിരപേക്ഷതയുടെ ബന്ധപ്പെട്ട ഒരു സന്ദേശം എങ്ങനെയാണ്, അത് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPM നൽകിയിരുന്ന പത്രപരസ്യം അവർക്ക് ഗുണകരമായോ അതോ അത് അവർക്കെതിരായോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാൽ ഈ 2 കാര്യത്തിലും സന്ദീപ് വാര്യറിന് ഒരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാം. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോകുന്ന സമയത്ത് BJP-യുടെ അധ്യക്ഷനടക്കം ഇവിടെ പറഞ്ഞിരുന്നത് അദ്ദേഹം അപ്രസക്തനാണ് എന്നാണ്. അദ്ദേഹം പോയാൽ ഇവിടെ വരെ പോകും എന്നും നിങ്ങൾ 4 ദിവസത്തിനപ്പുറം അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾ ഒരു ശ്രദ്ധ നൽകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോലും അദ്ദേഹം പുറത്തു പോയത് തങ്ങൾക്ക് ഗുണമായി മാറുമെന്ന രീതിയിലത്തേക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോലും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവിടെയുള്ള BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാറാണ്. കണ്ണിലൊരു കരടുണ്ടായിരുന്നു, ആ കരടങ്ങ് പോയി എന്ന് ഞങ്ങൾ കരുതുന്നുള്ളൂ എന്നും അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കില്ല എന്നുമാണ് പറഞ്ഞത്. കാരണം അവർ പറഞ്ഞത് തന്നെ അവിടെ വോട്ട് ഭിന്നിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അത് ആൾക്കാരുടെ ഇടയിൽ ഒരു ആശങ്ക ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുകയും അതിലൊരു വിഭാഗം വോട്ട് CPM-ലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം പോലും കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഇപ്പോൾ ഈ ഫലം നമ്മളോട് സൂചിപ്പിക്കുന്നത് അവിടെ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF-ന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയും അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വന്നതല്ലേ ശ്രീ പണിക്കർ? അല്ലാതെ അത്തരം ഒരു ഘടകം അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകുമോ? കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കൂടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5,000-നടുത്ത് വോട്ടുകളാണ് UDF-ന് കൂടിയിട്ടുള്ളത്. LDF-നാകട്ടെ 850 വോട്ടുകളുടെ വർധനവും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കണ്ണാടി പോലെയുള്ള പഞ്ചായത്തുകളിൽ
അവിടെ LDF-ന് വലിയ ദോഷം സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഈ സന്ദീപ് വാര്യർ ഫാക്ടറൊക്കെ അങ്ങനെ അത്ര കണ്ട് UDF-നെ സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതാനാവുമോ? കഴിഞ്ഞ തവണത്തെ ഏകദേശം അതേ പാറ്റേണിൽ തന്നെ കാര്യങ്ങൾ പോവുകയായിരുന്നുവല്ലോ നഗരസഭ ഒഴിച്ച്. അല്ല, ഞാൻ പറഞ്ഞത് എണ്ണത്തിൽ നോക്കിയതുകൊണ്ട് കാര്യമില്ല, അത് ശതമാന കണക്കിലേക്ക് കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP സ്ഥാനാർത്ഥിയുടെ എക്സ്പെക്ടേഷനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞത് അതിലൊരു വിഭാഗം വോട്ട് LDF-ലേക്ക് പോകുമെന്നാണ്. അതിന് ഒരുപക്ഷെ അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് LDF നടത്തിയിരുന്ന പത്രപരസ്യമാണ്. സിറാജിലും അതേപോലെ സുപ്രഭാതത്തിലും വന്നിരുന്ന പത്രപരസ്യമാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ആ സന്ദീപ് വാര്യർ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നതിനും അതിലൊരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നതിനും കാരണമാകും എന്നാണ്. അപ്പോൾ നേരത്തെ സന്ദീപ് വാര്യർ പിന്നെ കോൺഗ്രസിലേക്ക് പോകാതിരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ച് കോൺഗ്രസിന്റെ പക്ഷത്തായിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഭിന്നിക്കും എന്നാണ് BJP പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ മഞ്ജുഷ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഭിന്നിപ്പ് അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ സന്ദീപ് വാര്യർ അവിടേക്ക് പോയിരിക്കുന്നതിനെ അവർ സ്വാഗതം ചെയ്തു എന്നാണ്. കാരണം പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സന്ദീപ് വാര്യർ അവിടെ ചെല്ലുമ്പോൾ ഒരാശങ്ക ഉണ്ടാവുകയും ആ ആശങ്ക കൊണ്ട് കുറെ വോട്ട് സരിന് പോൾ ചെയ്യുകയും ചെയ്യും എന്നാണ് BJP പറഞ്ഞിരുന്നത്. അത് അടിസ്ഥാനരഹിതമാണ് എന്ന് വന്നാൽ അതിലൊരു സന്ദീപ് വാര്യർ ഫാക്ടർ അവിടെ BJPക്ക് കോൺഗ്രസിന് ഗുണമായിട്ട് വന്നിട്ടുണ്ട് എന്നേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് നഗരമേഖല നോക്കൂ. നഗരമേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലത്തേക്ക് പോളിംഗ് പ്രതീക്ഷിച്ചിരുന്ന ആദ്യത്തെ 7-8 റൗണ്ട് വോട്ടുകൾ കഴിയുമ്പോഴേക്കും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന പാർട്ടിയാണ് BJP. അവിടെ ഉള്ളത് കൂടുതലും നഗരത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടുതലും BJPക്ക് വോട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു പ്രൊപ്പൻസിറ്റി ഉള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ അതുപോലും ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ ഫാക്ടർ തങ്ങൾക്കൊരു വർദ്ധിച്ച ഊർജ്ജമായി മാറും എന്നുള്ള ക്ലെയിമുകളും പരാജയപ്പെട്ടു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ BJP അനുഭാവ വോട്ടുകളെല്ലാം പൂർണ്ണമായിട്ട് അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടണമായിരുന്നു. അത് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. തന്നെയല്ല അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലയിൽ നല്ല പ്രകടനം അവർ കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പോൾ BJP അനുഭാവ വോട്ടുകളിൽ സന്ദീപ് വാര്യർ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന രീതിയിലേക്ക് BJP പ്രതീക്ഷിച്ചതോ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അദ്ദേഹം കാരണമാകുമെന്ന് പറഞ്ഞതോ BJPക്ക് ഗുണപരമായിട്ട് വരാതിരുന്നപ്പോൾ നിശ്ചയമായിട്ടും അവിടെ സന്ദീപ് വാര്യർ ഫാക്ടർ എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ് എന്ന നിലയ്ക്ക് അവർക്ക് പറയേണ്ടി വരുമായിരുന്നില്ല. പിന്നീടുണ്ടായിരുന്ന പല പ്രസ്താവനകൾ നോക്കൂ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലൊക്കെ തന്നെ വലിയ ടോൾ ക്ലെയിംസ് ആണ് ഈ BJP നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത്. എന്താണ്, വിശാലാക്ഷി സമേതനായ വിശ്വനാഥന്റെ നാട്ടിലും നമ്മളിതാ ജയിക്കാൻ പോകുന്നു, ഇവിടെ UDF മൂന്നാമതേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഇവരെല്ലാവരും തന്നെ പറയുന്നത് എന്താണ്, എല്ലാ മുന്നണികളും എല്ലാ പാർട്ടിക്കാരും അവരവരുടെ സീറ്റുകൾ നിലനിർത്തി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ്. എന്നിട്ട് ശ്രീ K. സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയുന്ന ന്യായീകരണം പോലും പരിഹാസ്യമാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കൂ. പതിവായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ നാട്ടിൽ ഒരു പാറ്റേൺ ഉണ്ട്. നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള 1-2 തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് വോട്ട് കൂടാറില്ല, BJPയുടെ വോട്ട് കുറയുകയാണ്. ഇതൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം തന്നെയാണ് പാലക്കാടും നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കണ്ടേ ചേലക്കരയിൽ എന്ത് പ്രതിഭാസമാണ് നടന്നത്? ശരിയാണ്, ചേലക്കരയിൽ കൂടുകയായിരുന്നു, അത് ഗണ്യമായി കൂടുകയും ചെയ്തു. 15-ൽ നിന്ന് 21% കൂടി. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ G. ഗോപകുമാർ, അതുപോലെ തന്നെ മറ്റൊരു രസകരമായ പ്രസ്താവന കേട്ടത് അത് LDF-ന്റെ ഭാഗത്തു നിന്നാണ്, CPM-ന്റെ ഭാഗത്ത് നിന്നാണ്. CPM ജില്ലാ സെക്രട്ടറിയും ഇക്കാര്യം പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥിയായ സരിനും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. അവിടെ BJP അറിഞ്ഞുകൊണ്ട് വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുത്തു എന്ന്. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുവാനേ തരമില്ലാത്ത ഒന്നാണല്ലോ. സരിന്റെ ആ പ്രതികരണം കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം.